CPM നിയന്ത്രണത്തിലുള്ള കാസർഗോഡ് കാറൊടുക്ക അഗ്രികൾച്ചറിസ്റ്റ് വെൽഫെയർ കോർപ്പറേറ്റീവ് സൊസൈറ്റിയിൽ നടന്നത് 4.76 കോടിയുടെ തട്ടിപ്പ്. വ്യാജരേഖ ചമച്ച് ബാങ്ക് സെക്രട്ടറി കെ രതീശൻ സ്വർണ്ണ വായ്പ എടുത്തു എന്നാണ് പരാതി. പ്രതിയെ സംരക്ഷിക്കില്ല എന്ന് CPM നേതൃത്വവും വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ തട്ടിപ്പ് നടന്നത് CPM നേതൃത്വത്തിന്റെ അറിവോടെയാണെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. CPM നിയന്ത്രണത്തിലുള്ള സഹകരണ സംഘത്തിലാണ് വൻ ക്രമക്കേട് കണ്ടെത്തിയത്. ഇല്ലാത്ത ആളുകളുടെ പേരിൽ സ്വർണ്ണ വായ്പ എടുത്തു, ലോക്കറിൽ സൂക്ഷിച്ച സ്വർണം കടത്തിക്കൊണ്ടുപോയി കേരള ബാങ്ക് സൊസൈറ്റിയിലേക്ക് നൽകിയ പണം തട്ടിയെടുത്തു എന്നിങ്ങനെയാണ് പരാതി. സഹകരണ വകുപ്പ് നടത്തിയ ഓഡിറ്റിംഗിൽ ഒടുവിലാണ് തട്ടിപ്പ് പുറംലോകം അറിയുന്നത്. ഇതിന് പിന്നാലെ സൊസൈറ്റി ഭരണസമിതി അടൂർ പോലീസിൽ പരാതി നൽകി. പോലീസ് കേസെടുത്തതിന് പിന്നാലെ ബാങ്ക് സെക്രട്ടറി കെ രതീശനെ പാർട്ടി അംഗത്വത്തിൽ നിന്നും സസ്പെൻഡ് ചെയ്തു. ഇതുപോലൊരു തട്ടിപ്പ് ആദ്യമാണ് നമ്മൾ ശ്രദ്ധയിൽപ്പെടുന്നത്. ഒറ്റപ്പെട്ട ചെറിയ സംഭവങ്ങൾ, ഒറ്റപ്പെട്ട ഇപ്പോൾ ഒരു ഗോൾഡ് വെച്ച ഫേക്ക് ഗോൾഡ് വെക്കൽ, കുറച്ച് അങ്ങനെയെല്ലാം ചില ഒറ്റപ്പെട്ട ചെറിയ ചെറിയ സംഭവങ്ങളല്ലാതെ ഇത് കാസർഗോഡ് ജില്ലയിൽ ആദ്യത്തെ സംഭവമാണ് ഇത്ര വലുത്. എന്നാൽ CPM നേതൃത്വത്തിന്റെ അറിവില്ലാതെ ക്രമക്കേട് നടക്കില്ലെന്നാണ് കോൺഗ്രസിന്റെ ആരോപണം. ഇത് സെക്രട്ടറി മാത്രം നടത്തിയ ഒരു തട്ടിപ്പല്ല. സെക്രട്ടറിയും ബാങ്ക് പ്രസിഡന്റും ബാങ്ക് ഭരണസമിതി അംഗങ്ങളും അതിന് പുറമെ CPMന്റെ നേതൃത്വത്തിൻ്റെ ഒത്താശയോടുകൂടി നടത്തിയ സഹകരണ മേഖലയിൽ നടത്തിയ വൻ തട്ടിപ്പാണ് ഇതുവഴി നമുക്ക് മനസ്സിലാകുന്നത്. സഹകരണ സ്ഥാപനങ്ങളെ CPM തട്ടിപ്പ് കേന്ദ്രങ്ങളാക്കി മാറ്റിയെന്നാണ് BJPയുടെ ആരോപണം. ഒരു സെക്രട്ടറി മാത്രം വിചാരിച്ചാൽ ഇത്രയും വലിയ 5 കോടിയോളം രൂപ സ്വർണം വെക്കാതെ തട്ടിപ്പ് നടത്താൻ സാധിക്കും, പണം എടുക്കാൻ സാധിക്കുമെന്ന് വിശ്വസിക്കാൻ കഴിയില്ല. അതുകൊണ്ട് CPMന്റെ നേതൃത്വത്തിന്റെ അറിവോട് കൂടിയിട്ടാണ് ഈ തട്ടിപ്പ് നടത്തിയിട്ടുള്ളത്. അതേസമയം ഒളിവിൽ പോയ പ്രതി കർണാടകയിലുണ്ടെന്നാണ് അന്വേഷണ സംഘത്തിന് ലഭിക്കുന്ന സൂചന. ഒരാൾക്ക് മാത്രമായി ഇത്രത്തോളം സാമ്പത്തിക തട്ടിപ്പ് നടത്താനാവുമോ എന്ന ദുരൂഹത മാത്രം ഇപ്പോഴും ബാക്കിയാണ്. നിക്ഷേപകർക്ക് പണം ഉടനടി തന്നെ നൽകുക എന്നത് CPMനെ സംബന്ധിച്ച് ഒരു രാഷ്ട്രീയ വെല്ലുവിളിയായേക്കും. സാരംഗ് സുരേഷ്, മാതൃഭൂമി ന്യൂസ്, കാസർഗോഡ്.